വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആളെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഫോട്ടോയും ഉണ്ട്. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയ്ക്കും അതൊരിക്കലും താങ്ങാൻ പറ്റില്ല, പ്രത്യേകിച്ചും മനസ്സ് തകർന്ന രാഘവേട്ടന്. വിഷ്ണുവായിട്ട് ഒന്നിച്ച് പഠിച്ച ബന്ധമേ എനിക്കുള്ളൂ. എനിക്ക് അവന്റെ വേർപാട് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ശാലിനിക്കും അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അത് താങ്ങാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. വിഷ്ണു ജീവിക്കുകയാണ്. അവൻ നമുക്ക് തന്ന നല്ല ഓർമ്മകളിലൂടെ, നമ്മുടെ എല്ലാം മനസ്സിലൂടെ. പക്ഷേ ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ചിന്തിക്കാത്ത മറ്റൊരു കാര്യമുണ്ട് മോളെ. എൻ്റെ 2 പെൺമക്കൾ ഇവിടെ ഉള്ള കാര്യം. അതിലൊരാള് നിറവയറോടെ നിൽക്കുക. ഞാൻ മുറിക്കുള്ളിൽ എന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള സംശയങ്ങൾ ഇതിനോടകം അവർക്കുണ്ടായിട്ടുണ്ട്. പിടിക്കപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം അവരോടും പറയേണ്ടി വരും. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ശാരദാമ്മ അത് പറഞ്ഞില്ലല്ലോ. ഇതിപ്പോ നിമഞ്ജനം ചെയ്യുന്നത് വരെ സൂക്ഷിക്കാനും തിരിതെളിയിക്കാനും മോളെ കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ട് മോളുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ മതി. അത് പറയാനാ ഞാൻ വിളിപ്പിച്ചത്. മോൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ? വിഷ്ണുവിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ ഒരുക്കുക. അവന്റെ അവസാന നാളുകളിൽ ഒരു സഹോദരിയായിട്ട് തന്നെയാ അവൻ എന്നെ കൂടെ നിർത്തിയിരുന്നത്. വിങ്ങുന്ന അവന്റെ മനസ്സിന് എന്റെ ആ സാന്നിധ്യം വളരെ ആശ്വാസമായിരുന്നു. ഞാനിത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. എന്റെ വീട്ടുമുറ്റത്ത് ഭദ്രമായിട്ട് സ്ഥാപിച്ച് ഞാൻ വിളക്ക് കത്തിച്ചോളാം. എന്താ വിഷ്ണുവിന്റെ ഫോട്ടോ? എന്താ? വിഷ്ണു അവന്റെ മരണം മുൻകൂട്ടി കണ്ടിരുന്നു ശാരദാമേ. അല്ലെങ്കിൽ മരണശേഷം അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായി ഒപ്പിട്ട് കൊടുക്കില്ലായിരുന്നല്ലോ. അതും എന്നെ സാക്ഷിയാക്കി. കണ്ണ്, ഹൃദയം എല്ലാം അവൻ ദാനം ചെയ്തിരുന്നു. ആണോ? പലരിലൂടെയായി. വിഷ്ണു ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അതറിഞ്ഞപ്പോ ശാലിനിക്കൊരാഗ്രഹം, വിഷ്ണുവിന്റെ അവയവങ്ങള് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നെന്ന് അതൊന്ന് അറിയണോന്ന്. ഈ ഫയലില് വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആളിന്റെ ഡീറ്റെയിൽസാ ഉള്ളത്. ഇത് ഞാൻ ശാലിനിയെ ഏൽപ്പിക്കാൻ പോവായിരുന്നു. അപ്പോഴാ ശാരദാമ്മ വിളിച്ചത്. വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച ആളെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഫോട്ടോയും ഉണ്ട്. അയ്യോ, ഇത് ശിവനോ? ഇയാൾക്കാണോ വിഷ്ണു ഹൃദയം കൊടുത്തത്? അതെ. എന്റെ ഭഗവാനെ, എന്തൊരു പരീക്ഷണമായത്! എന്താ ശാരദാമേ, ഇയാളെ അറിയോ? അറിയും. വിഷ്ണുവിന്റെ ഹൃദയമായിട്ട് ഇയാൾ ആ വീട്ടിലെത്തിക്കഴിഞ്ഞ രേഷ്മ. എന്താ നിന്റെ ഉദ്ദേശം? ഇനി ആരെ ഇല്ലാതാക്കാനാ നീ ഇവിടെ കടന്നുകൂടിയിരിക്കുന്നെ? നമ്മളെല്ലാം ചിന്തിക്കുന്നതിന് മുമ്പ് വിഷ്ണുവിന്റെ ഹൃദയം ശാലിനിയുടെ അരികിൽ എത്തിക്കഴിഞ്ഞു. അവൻ അവളെ മരണത്തിൽ പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ലെന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം വേറെ വേണോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശാരദാമ്മ എന്തൊക്കെയായി പറയുന്നേ? മോളെ, ഇത് ദൈവത്തിന്റെ നിയോഗമാണ്. ഈശ്വരൻ മനസ്സുകൊണ്ട് അറിഞ്ഞു ഒന്നിപ്പിച്ചതാ ശാലിനിയും വിഷ്ണുവിനെ.
ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ബന്ധം. അതങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടിച്ചെറിയാൻ പറ്റില്ലെന്ന് വിഷ്ണു തന്നെ തെളിയിച്ചിരിക്കുകയല്ലേ. ശാരദാമ്മേ, എനിക്കിപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. മോളെ, ഇയാളിപ്പം ശാലിനി താമസിക്കുന്ന വീട്ടിലുണ്ട്. സത്യാമ്മയുടെ വീട്ടിൽ, അവരിൽ ഒരാളായിട്ട്. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. ഇനി ഇതുപോലെ എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ കഴിയുന്നതും ഞാൻ എത്തുന്നതിന് മുമ്പ് പോവാൻ നോക്ക്. ഇയാളോ? എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. മോളെ, ശാലിനി ഒരിക്കലും ഇക്കാര്യം അറിയരുത്. ഈ ഫയൽ ഒരിക്കലും അവള് കാണുകയും ചെയ്യരുത്. മോക്കറിയോ, ഞങ്ങള് ബലിയിടാൻ പോയ ദിവസം വിഷ്ണുവിന്റെ ജീവൻ ശിവനിൽ നിലനിൽക്കുന്നത് കൊണ്ടാ കുട്ടികളെ കൊണ്ടൊന്ന് ബലിയിടിക്കാൻ പറ്റാതായത്. ഹൃദയം മരിക്കാത്ത സ്ഥലത്ത് ഹൃദയത്തിൽ ഇപ്പോഴും സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാ എന്റെ മോളെ വിട്ടു പോവാൻ കഴിയുന്നത്? ശിവനിലൂടെ അവൻ ആ കുടുംബത്തെ സംരക്ഷിക്കുക, സ്നേഹിക്കുക. മരണത്തിനതീതമായി മരണപ്പെട്ട ആത്മാക്കൾക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? അപ്പോ ഈ സത്യം ശാലിനി ഇപ്പൊ അറിയിക്കണ്ടെന്നാണോ ശാരദാമ്മ പറയുന്നത്? ഒരിക്കലും അറിയരുത്. വിഷ്ണു അവളോടൊപ്പം എത്തിക്കഴിഞ്ഞു. ഇനി ഇത് പറഞ്ഞ് ആ ബന്ധത്തിന്റെ പവിത്രത ഇല്ലാതാക്കണോ? ആ വീട്ടിൽ എത്തിച്ചേരുക എന്നുള്ളത് മാത്രമാ ആത്മാവിന്റെ ലക്ഷ്യം. അത് നിറവേറിയ സ്ഥിതിക്ക് ഒരിക്കലും ഇത് അറിയണ്ട. സമയവും സന്ദർഭവും നോക്കി പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ഫയല് ശാരദാമ്മ തന്നെ വെച്ചോളൂ. മോളെ, ഇനി ഈ ചിതാഭസ്മം സൂക്ഷിക്കേണ്ടത് മോളാ. ഞാനിത് വയ്ക്കട്ടെ. വാ, അധിക സമയം ഇവിടെ നിൽക്കണ്ട. ചുമരിന് പോലും കാതുകളാ. വാ.